ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട കറി വെച്ചെടുത്തതാണ്. ഇത് ഞാൻ പൊരിക്കും പട്ടൂരായ്ക്കും ഒക്കെ കഴിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ്. ഈ മുട്ട കറി വെക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. മുട്ട കറി വെക്കുന്നതിന് ഞാൻ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് പുഴുങ്ങാനായിട്ട് വെക്കാം. ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ മുട്ടക്കറി പൂരിക്കും പട്ടൂരായ്ക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഞാനിതൊന്നൊരു പൂരിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ചെറിയ സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഈ സവാള വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇതിളക്കി വഴറ്റിയെടുക്കണം. ചെറിയ തീയിൽ ഈ സവാള വഴലുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ട അരപ്പൊന്ന് അരച്ചെടുക്കാം. മുട്ട പുഴുങ്ങി നമ്മൾ തോടെല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്. മുട്ടയുടെ അരപ്പിനായിട്ട് ഞാനൊരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 2 വെളുത്തുള്ളി അല്ലി. നേരത്തെ നമുക്ക് വെള്ളം ഒഴിച്ച് ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. എത്രയും അരയുന്നോ അത്രയും രുചിയായിരിക്കും ഈ കറിക്ക്. അരപ്പ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇടാം. നല്ലതുപോലെ ഇത് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടിയുടെ പച്ചച്ചുവയും മല്ലിപ്പൊടിയുടെ ആ മണവും ഇതെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരുന്നിടം വരെ നമുക്ക് ഫ്ലെയിം കൂട്ടിക്കൊടുക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. എണ്ണ തെളിയുന്നിടം വരെ നമുക്കിത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മുട്ടക്കറിക്ക് സവാള അരിയുമ്പം വളരെ ചെറുതാക്കി അരിയണം. വലുതാക്കി അരിഞ്ഞാൽ ഈ രുചി കിട്ടത്തില്ല. ഞാൻ വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങയുടെ അരപ്പും കൂടെ ചേർക്കാം. ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകി ഒരു കുറച്ച് വെള്ളവും കൂടെ ഉള്ളതുകൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നോക്കി ഇതിൻ്റെ അരപ്പ് തന്നെ സവാളയൊക്കെ നല്ല ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് കറി നല്ല കുറുകി കിട്ടുകയും ചെയ്യും. കറി ആവശ്യത്തിന് ഗ്രേവിയെല്ലാം നല്ല കുറുകിയിട്ടുമുണ്ട്. ഉപ്പും ചെറിയ വിനാഗിരി ഒഴിച്ചതിൻ്റെ പുളിയെല്ലാം ഉണ്ട്. ഇതിലേക്ക് നമുക്ക് പുഴുങ്ങിയ മുട്ടയിട്ട് കൊടുക്കാം. ഈ കറി പൂരിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ മുട്ടക്കറി റെഡി ആയിരിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരെ. നല്ല നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.